നമസ്തേ. ഈ മഞ്ജു വാര്യർക്ക് എന്താ വായിൽ നാക്കില്ലേ? കോലിട്ട് കുത്തിയ പോലെ ഒന്നും പറയുന്നില്ലല്ലോ. സനൽകുമാർ ശശിധരൻ ആണെങ്കിൽ ഫേസ്ബുക്കിലും ഇന്റർവ്യൂസിലും ഒക്കെ വന്നിട്ട് പറയുകയാണ് മഞ്ജു വാര്യർ ഭീഷണിയിലാണ്, പലരുടെയും നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. മഞ്ജുവിന് അങ്ങോട്ട് നീങ്ങാൻ കഴിയുന്നില്ല, ഇങ്ങോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. മഞ്ജുവുമായിട്ട് പ്രണയത്തിലായിരുന്നു, പിന്നീട് അവർ ബ്രേക്കപ്പ് ആവുകയാണ്, തന്നെ ഉപേക്ഷിക്കുകയാണ്, തന്റെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലായി പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ. ഇതൊക്കെയും ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഡയറക്ടർ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് കുറച്ചു നാളുകൾക്ക് മുമ്പും തുടങ്ങിയിട്ടുള്ള, അല്ലെ, കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇതിനെ കുറിച്ചൊന്നും ഒരിക്കൽ പോലും മഞ്ജു വാര്യർ വായ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു പരാതി സനൽകുമാർ ശശിധരനെതിരെ പോയതും സനൽകുമാറിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും പിന്നീട് വിട്ടതുമൊക്കെയും വലിയ വാർത്തകളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പലരും സനൽകുമാർ ശശിധരൻ ഇത്തരത്തിൽ വീണ്ടും ഇന്റർവ്യൂസ് കൊടുക്കുകയും അതിലുടനീളം വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചു പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആശങ്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് മഞ്ജു വാര്യർ പറയുന്നില്ല? അപ്പോ മഞ്ജു വാര്യർ ഇത് പറയാതിരിക്കണമെങ്കിൽ, അതിനെക്കുറിച്ച് യാതൊരു കാര്യവും സംസാരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില കാര്യങ്ങൾ ഉണ്ടാകില്ലേ? ആ ഉണ്ടാകില്ലേ ആണ് സത്യത്തിൽ ഇവിടെ പ്രശ്നമാകുന്നത്, മലയാളിയുടെ ആശങ്കയും നെഞ്ചിടിപ്പും ഒക്കെ ഏറ്റുന്നത്. ഇവർക്കിപ്പോ എന്താണ് വേണ്ടത്? മഞ്ജു വാര്യരാണെങ്കിൽ വളരെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന, ചിരിക്കുന്ന, സന്തോഷിക്കുന്ന, പലർക്കുമൊക്കെ ഒപ്പം ആക്ട്രസിനും ആക്ടർമാർക്കും ഒക്കെ ഒപ്പം നടന്നു ഇരുന്നും ഒക്കെ എടുക്കുന്ന ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, വീഡിയോസ് വരികയും ചെയ്യുന്നുണ്ട്. ചില നടിമാർ പറയുന്നു ഇത് കുറച്ച് കടന്ന കൈയാണ്, ഇത്രയും സൗന്ദര്യമൊന്നും വേണ്ട കേട്ടോ മഞ്ജു എന്നുള്ള തരത്തിൽ പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മഞ്ജു വാര്യർ എവിടെ എപ്പോൾ എന്ത് പറയണം എന്നുള്ളത് അല്ലെ, അനുപമ പരമേശ്വരൻ പറഞ്ഞതുപോലെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, എന്റെ ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇടും, അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എന്ന് പറഞ്ഞതുപോലെയാണ്. മഞ്ജു വാര്യർക്ക് എപ്പോഴാണോ സൗകര്യം ഉണ്ടാകുന്നത് മഞ്ജു വാര്യർ അപ്പോ വന്നിട്ട് ഇതിനെതിരെ പ്രതികരിക്കും. ഇനി അവർക്ക് പ്രതികരിക്കാൻ തോന്നിയില്ലേ, പ്രതികരിക്കുകയും വേണ്ട. കാരണം അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അവരൊരു വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നവരായതുകൊണ്ട് മാത്രം അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചിലർ ഇത്തരത്തിൽ തുറന്നു പറയുമ്പോൾ അത് മറുപടിയൊക്കെ പറയേണ്ടി വരുന്നതാണ് എന്നുള്ളത് മഞ്ജുവിന് ഒരു പക്ഷെ തോന്നിക്കാണില്ല. മഞ്ജുവിന്റെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ മഞ്ജുവിന് ഇത്തരത്തിലുള്ള ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ പലരുടെയും ഒക്കെ ആജ്ഞപ്രകാരമാണ് മഞ്ജുവിന്റെ ഒരു ജീവിതം എന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ മഞ്ജുവിന്റെ മുഖത്ത് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. മാത്രമല്ല നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അറിയില്ല. അപ്പൊ ചിലര് ഇത്തരത്തിൽ വന്നിട്ട് പറയുമ്പോൾ പല ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. അതെന്താണ്? ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളെ മുഴുവനും വിറ്റ് കാശാക്കി മാറ്റാനുള്ള ചില തത്രപ്പാടുകളൊക്കെ പലരുടെയും പോസ്റ്റുകളിലും വീഡിയോകളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. മഞ്ജു തിരിച്ചിറങ്ങി വന്ന വരവും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ജു തിരികെ വന്ന ഒരു വരവുമുണ്ട്. അത് ഒരിക്കലും അവരുടെ മുൻ ഭർത്താവിനോ ആളുകൾക്കോ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കോ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അവരുടെ മുൻ ഭർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ എല്ലാ കാര്യങ്ങളും അവരുടെയും ഒരു തിരിച്ചുവരവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടത് മഞ്ജു വാര്യരാണ്, അല്ലെങ്കിൽ അവരുടെ മുൻ ഭർത്താവ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഈ സനൽകുമാർ ശശിധരനെ പോലുള്ളവരൊക്കെ വന്ന് പറയുന്നതിന് മുഴുവനും ഇത്തരത്തിലുള്ള ചില മറുപടികൾ മഞ്ജു തരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തെറ്റല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം അവർക്കും പേഴ്സണൽ ലൈഫ് ഉണ്ട്, അവർക്കൊരു പേഴ്സണൽ ഇടമുണ്ട്. അതിൽ അവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റിവെക്കുകയും സന്തോഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ എന്തിനാണ് വെറുതെ ചെന്നിട്ട് തോണ്ടി 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 ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരിരുന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കുന്നത്? മഞ്ജു ഇതുവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ പ്രതികരിക്കാതിരുന്നത് വലിയ ഗുണമായി എന്ന് കരുതുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കും. സനൽകുമാർ ശശിധരൻ ഈ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് വീഡിയോ ചെയ്യണോ വേണ്ട, വീഡിയോ ചെയ്യണോ വേണ്ട, എന്തിനാണ്?
ആവശ്യത്തിൽ കൂടുതൽ ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ചുറ്റും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പല സെലിബ്രിറ്റികളുടെയും ജീവിതം എന്ന് പറയുന്നത് തുറന്ന പുസ്തകം പോലെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ തിരിച്ചടികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സെലിബ്രിറ്റികൾ ആയതുകൊണ്ട് അവർക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവർക്കുമുണ്ട്. പലപ്പോഴും ഈ നടീനടന്മാർ പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പറയും, ഓ അവനൊക്കെ ഭയങ്കര ജാടയാണ്, പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് തോന്നും. അവർക്കൊരു പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അവർക്കൊരു വിഷമവൃത്തത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അവർക്കൊരു അവരുടെ വിശ്വാസപ്രകാരമുള്ള മതാചാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവരുടെ ആ മതാചാരങ്ങൾ നടത്തുന്ന ഇടത്തേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ചെന്നാലും പിച്ചലും മാന്തലും തോണ്ടലും സെൽഫി എടുക്കലും ഒക്കെ ആയിട്ട് അവർക്ക് അവരുടേതായ സ്പേസ് ഇല്ലാതെ പോവുകയാണ്. കൂടാതെ പലരും ഇപ്പോൾ യൂട്യൂബ് ചാനലുകളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പേഴ്സണൽ സ്പേസ് മുഴുവനും തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഉള്ള സ്ഥലത്ത് ഇത്തരത്തിലൊരു ഹൈഡ് ചെയ്യപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോ ആർക്കാണ് ഇത്രത്തോളം വലിയ ദണ്ണം? മഞ്ജുവിന്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് മഞ്ജു തുറന്നു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മഞ്ജുവിന് തോന്നുന്ന സമയത്ത് മഞ്ജു പറയുകയല്ലേ ചെയ്യുന്നത്. ഈ പറയുന്ന മഞ്ജു വാര്യരുടെ ചിരി എന്ന് പറയുന്നത് പലരെയും സത്യത്തിൽ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരൊരു എന്താ പറയാ, ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോഴാണ് ഇവർക്കൊക്കെയും വലിയ വിഷയത്തിലേക്ക് ഉണ്ടെന്ന്, വലിയൊരു ട്രോമയിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പലർക്കും അസ്വസ്ഥമാകുന്നുണ്ട്. അവര് പലരെയും വെച്ചിട്ട് ചില കളികൾ കളിക്കുന്നുണ്ടാകുമായിരിക്കാം. മേ ബി ആണ് ഞാൻ പറയുന്നത് കേട്ടോ, മേ ബി എന്നുള്ളതാണ്. പിന്നെ അവര് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തലയുയർത്തി പിടിച്ചൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ തലയുയർത്തി പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ ഏതെല്ലാം തരത്തിലുള്ള ഒരു മുനകൾ ഉയർത്താമോ ആ ചോദ്യമുനകൾ ഉയർത്താനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിനുണ്ട്. കേരളത്തിന് അതിനുള്ള വല്ലാത്തൊരു തരം കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കേപ്പബിലിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇപ്പോൾ മഞ്ജുവിനെതിരെയുള്ള ഈ ഒരു ചോദ്യം പോലും ഉയർന്നു വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. അതായത് തോറ്റുപോയി, അടപടലം 3G ആയി എന്നൊക്കെ വിചാരിച്ച് ഒരു മുക്കിലോ മൂലയ്ക്കോ പോയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് മടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ മഞ്ജുവിന് ഈ ചോദ്യശരങ്ങളൊന്നും നേരിടേണ്ടി വരുമായിരുന്നില്ല. അല്ലെങ്കിൽ അയ്യോ എനിക്കെല്ലാം പോയേ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും മഞ്ജുവിന് ഈ ഒരു കാര്യങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ ഒരു റിയാക്ഷൻ വീഡിയോ പോലും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരാൾക്ക് ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ ഇരുന്നുകൊണ്ട് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനോ അത് മഞ്ജു മറുപടി പറയേണ്ടതാണെന്നൊക്കെ പറയാനോ നമ്മളൊക്കെ ആരാണ്? എല്ലാവർക്കും അവരവരുടേതായ പേഴ്സണൽ സ്പേസും അവരവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉത്തരം കൊടുക്കേണ്ടി വരില്ല. മാത്രമല്ല സനൽകുമാർ ശശിധരനെ ഹെഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ മഞ്ജുവിന് തോന്നി കാണില്ല എന്നുള്ളതല്ലേ. സനൽകുമാർ ശശിധരനെ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ ഒരു കേസ് കൊടുത്ത് മുമ്പ് പറഞ്ഞതുപോലെ അയാളെ പോലീസിനെ വിളിപ്പിച്ചതല്ലാതെ മറ്റൊരു കാര്യങ്ങളും മഞ്ജു ചെയ്തതായിട്ട് നമുക്ക് അറിയില്ല. ഇനി അവരുടെ വഴിയിൽ പലരുടെയും വഴികൾ നടന്നു കയറിയ വഴികളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഏതെല്ലാം ആരെയെല്ലാം ചവിട്ടി അരച്ചും ഒക്കെയാണ് കയറി പോയിട്ടുള്ളത് എന്നുള്ളത് ചില വമ്പന്മാരുടെയൊക്കെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരാള് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഇവരുടെ കൃത്യമായിട്ടുള്ള വിവരം അറിയണമെന്ന് ശാഠ്യം പിടിക്കുന്നതിൽ എന്താണ് അർത്ഥം? സനൽകുമാർ ശശിധരനോടും പറയാനുള്ളത് ഇതാണ്. അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ പോലും ഒരാൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വേണ്ട എന്ന് പറയുന്നവരെ തേടി വീണ്ടും വീണ്ടും ചെല്ലുന്നതാണ് ഏറ്റവും വലിയ അപമാനം എന്ന് പറയുന്നത്. നമ്മളെ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ തേടി പോകേണ്ടുന്ന ഒരാവശ്യമില്ല. കാരണം വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനമില്ല. വാതിൽ അടച്ചു കഴിഞ്ഞു. അവിടെ പോയി അപമാനിക്കാൻ നിന്ന് കൊടുക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉള്ളതാണ് അല്ലെ. നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഞെട്ടിപ്പോവും. ഇങ്ങനെ ഒരാൾ വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോ നിങ്ങൾക്ക് വീണ്ടും പിടിച്ചു കയറാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ
തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീണ്ടും എന്താ പറയാ ബെഗ് ചെയ്യുന്നത് പോലെ അവർക്ക് വേണ്ടി സംസാരിക്കണ്ട. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ ഒരിക്കൽ വന്നിട്ട് നേരെ ഫേസ് ചെയ്ത് തന്നെ പറയും, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സനൽകുമാർ പറഞ്ഞത് ശരിയായിരുന്നു, എനിക്ക് അന്ന് പറയാൻ പറ്റിയില്ല എന്നെങ്കിലും പറഞ്ഞിട്ട് അത് ഒരിക്കൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അന്ന് കേട്ടാൽ പോരെ അവരെ. അതല്ലാതെ നമ്മൾ എന്തിനാണ് മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസ്, അവരുടെ പേഴ്സണൽ വിവരങ്ങൾ പുറത്തു പറയണം, അറിയണം എന്നൊക്കെയുള്ള വാശി പിടിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.